ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. തൃപ്രയാറിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ വെല്ലുവിളികളെയും അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ മേഖലയ്ക്കകത്ത് വളർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത്ര സുഖകരമൊന്നുമല്ലായിരുന്നു. ഭാവിയിലും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയ്ക്കകത്ത് വലിയ മത്സരവും കുത്തകകളുടെ കടന്നുകയറ്റവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ച് മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. തീർച്ചയായിട്ടും അതിന് വലിയ പ്രചോദനവും കരുത്തും നൽകാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ ആവേശകരമായ തുടക്കം. തൃപ്രയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ശ്രീ PB സുരേഷ്, സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി, സമാരാധനായ നേതാവുമായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ KV രാജൻ അവர்கள், വേദിയിലുള്ള ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സമാരാധ്യരായ നേതാക്കന്മാരെ, ഏറ്റവും പ്രിയമുള്ള തൃശ്ശൂർ ജില്ലയിലെ കരുത്തരായ സംഘടനയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേബിൾ TV വ്യവസായം നേരിടുന്ന കോർപ്പറേറ്റ് അധിനിവേശത്തിനെതിരെ ജനകീയ ബദലായി സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി P ആന്റണി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോസ് CG സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നായി 220 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന ഭാരവാഹികളായ PB സുരേഷ്, KV രാജൻ, പ്രജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ 2ാം ദിനമായ ബുധനാഴ്ച വൈകിട്ട് 4:30-ന് തൃപ്രയാർ സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA, മുരളി പെരുന്നെല്ലി MLA തുടങ്ങിയ പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക് CCV.